ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകട സ്റ്റൈലൊരു കപ്പ് ബിരിയാണിയാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. 3 വലിയ സവാള, ഇതുപോലെ സവാള സ്ലൈസ് ചെയ്തെടുക്കുക. ഒരു 10-15 അല്ലി വെളുത്തുള്ളി, 5-6 പീസ് ഇഞ്ചി. ബീഫ് നമുക്കിതുപോലെ മീഡിയം സ്ലൈസിൽ കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കതൊരു കുക്കറിലോട്ട് മാറ്റാം. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പിടാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു ഹാഫ് സവാള സ്ലൈസ് ചെയ്ത് നമ്മൾ ഇതിലോട്ട് ഇടുക. അതിനുശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. കുക്കർ അടച്ച് വെച്ച് ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇടുക. ഇത് ഫ്രോസൺ കപ്പയാണ്, ഇതേ നമുക്കിവിടെ കിട്ടുള്ളൂ. ഒരു 10 മിനിറ്റ്സ് ഇത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഐസൊക്കെ വിട്ട് സോഫ്റ്റ് ആവും. കപ്പ ഈ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കപ്പ കുക്ക് ചെയ്യാം. അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കറിവേപ്പിലയും ഉപ്പും ഇട്ട് അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെയൊക്കെയുള്ള മസാല റെഡിയാക്കാം. ആദ്യം ഒരു ചട്ടി വയ്ക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില. അതൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് ഗോൾഡൻ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതിലേക്ക് നമുക്കിനി മസാലകൾ ആഡ് ചെയ്യാം. അതൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതെല്ലാം നമുക്കൊരു പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. മസാല ലോ ഫ്ലെയിമിൽ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു തക്കാളി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തക്കാളിയിലേക്ക് ആഡ് ചെയ്യാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ബീഫ് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ബീഫ് ചേർക്കാം. നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് കുക്കറിൻ്റെ വിസിലിൽ കൂടി ഇങ്ങനെ വെള്ളമൊക്കെ പോകാറില്ലേ, അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സ്പൂൺ ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പെപ്പർ ആഡ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് 10 or 15 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കിത് ഓഫ് ചെയ്യാം. കപ്പ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ബീഫ് കുറച്ചായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതൊരു ഈസി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.